ഗായ്സ്, സോ നമ്മൾ എല്ലാവർക്കും സ്വാഗതം. റിവോൾ തനാക്കയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഡിക്റ്റേറ്റീവ് മെഹലിൻ്റെ റീൽസാണ്. എന്താണെന്നറിയാൻ പാടില്ല, കുറേ യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഇതാണ് വീഡിയോ. നമ്മുടെ ഇതിലധികം കയറ്റാവുന്നില്ല, അതുകൊണ്ട് അധികം ചെയ്യണ്ട. ആലിയ ഒരു ഡാൻസ് പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് തന്നെ. ഉടനെ തന്നെ ലൈറ്റ് പോവുകയും കുറച്ചു നേരം കഴിഞ്ഞ് അത് വരികയും ചെയ്തു. അപ്പോഴേക്കും സ്നേഹ ഡാൻസ് ചെയ്യുവാനായി ഡാൻസ് ഫ്ലോറിലേക്ക് കയറിയപ്പോൾ അവിടെ സ്ലിപ്പായി വീണു. ആ വീഴ്ചയിൽ അവളുടെ മരണവും സംഭവിക്കുന്നു. ഈ അപകടം കാരണം പാർട്ടി നിർത്തിവെച്ചിരിക്കുകയാണ്. അവരവരുടെ വീടുകളിലേക്ക് ചെല്ലും. ആരും ഒരു സ്ഥലത്ത് പോവില്ല. ഇതൊരു ക്രൈമാണ്. ഇത് ചെയ്ത ക്രിമിനൽ നിങ്ങളിൽ ആരും ഒരാളാണ്. ആലിക്ക് ഇതെങ്ങനെയാണ് മനസ്സിലായത്? എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എന്താണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എങ്ങനെയാണ് കൊലപാതകമായിരുന്നത് ആലിയക്ക് എങ്ങനെയാണ് മനസ്സിലായി എന്നാണ്. സോ എൻ്റെ ഒരു ഊഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ബിഫോറിൽ വെള്ളം ഇവിടെ കിടക്കണില്ല, പക്ഷേ ഇതിൽ വെള്ളത്തിൽ തെന്നിയാണ് അവൾ വീണേക്കണത് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. നോക്കാം നമുക്ക്. ആലിയ ഡാൻസ് ഫ്ലോർ പരിശോധിച്ചപ്പോൾ ബ്ലൂ നിറത്തിലുള്ള ഒരു ദ്രാവകം കിടക്കുന്നത് കാണുന്നു. അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആരോ ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ആലിയയുടെ വാക്കുകൾ കേട്ടു. യെസ് ഗൈസ്, ഞാൻ ശരിയായിരുന്നു. ഓക്കെ, എല്ലാവരും കേട്ടു. അതെങ്ങനെ സാധിക്കും? ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് എങ്ങനെ കൊലപാതകം നടക്കും? ഈ ലിക്വിഡ് ഡാൻസ് ഫ്ലോറിൽ എങ്ങനെയാ വന്നത്? അതായത് ആ ലൈറ്റ് പോയ സമയത്ത് കൊലപാതകി ഒരുപക്ഷെ ആ ദ്രാവകം ഡാൻസ് ഫ്ലോറിൽ ഒഴിച്ചു കാണും. ലൈറ്റ് പോകുന്നതിന് തൊട്ട് മുൻപ് ഡാൻസ് ഫ്ലോറിന്റെ അടുത്ത് ഞാൻ 4 പേരെ കണ്ടിരുന്നു. അരുൺ, ദീപക്, ഏക്ത, ഗൗതം. ആലിയ 4 പേരെയും വിളിച്ച് ചോദ്യം ചെയ്യും. ഏക്ത പറയുന്നു, ഞാൻ എന്റെ ബോയ്ഫ്രണ്ടുമായി ഫോട്ടോ എടുക്കുകയായിരുന്നു. നോക്കൂ, ഇതാ ഫോട്ടോ. അരുൺ പറയുന്നു, ഞാൻ സെൽഫി എടുക്കുകയായിരുന്നു. ഇത് നോക്കൂ. ദീപക് പറയുന്നു, ഞാൻ എന്റെ ഡ്രിങ്ക് ഫിൽ ചെയ്യുവാൻ പോയിരുന്നു. ഗൗതം പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്നും കോൾ വന്നിരുന്നു. സംസാരിക്കുവാനായി ഞാൻ ക്ലബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതാ. ഇതാ നോക്കൂ റെക്കോർഡ്. ആലിയ എല്ലാവരും പറയുന്നത് കേൾക്കുകയും അവർ നൽകിയ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷം ശരിക്കുള്ള കൊലപാതകി ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദീപക് എന്ന് പറയണവനായിരിക്കും, കാരണം അവൻ അടുത്തുണ്ടായിരുന്നല്ലോ. എല്ലാവരുടെയും തെളിവുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഏക്ത കാണിച്ച ഫോട്ടോയിൽ ഏക്തയുടെ പേഴ്സിലേക്കും ശ്രദ്ധിക്കുന്നു. അതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നു. അതിനുള്ളിൽ ഒരു ബ്ലൂ ലിക്വിഡ് ഉള്ളതായി കാണുന്നു. എന്നാൽ ഇപ്പോൾ ആ ബോട്ടിൽ കാര്യമായിരിക്കുന്നതായും ആലിയ ശ്രദ്ധിച്ചു. ദ്രാവകം ഡാൻസ് ഫ്ലോറിലേക്ക് ഒഴിക്കുകയായിരുന്നു. ആലിയ അവളെ പിടികൂടുന്നു. വരും, നമുക്കിനി അടുത്ത വീട്ടിലേക്ക് പോകാം. ആലിയ ഒരു ദിവസം തന്റെ ബാങ്കിലേക്ക് പോകുന്നു. ബാങ്ക് മാനേജറെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിലെ 3 എംപ്ലോയീസ് അവിടെ വരുന്നു. നിങ്ങൾ ഇന്നും ലേറ്റ് ആണല്ലോ. കസ്റ്റമേഴ്സ് എത്ര സമയമായി വെയിറ്റ് ചെയ്യുന്നു? മോഹൻ പറയുന്നു, സർ, ഞാൻ ഇന്നലെ പടിയിൽ നിന്ന് വന്ന് വീണു. എന്റെ കാലിൽ ഫ്രാക്ചർ ആയി. ഇന്ന് രാവിലെ ഡോക്ടറെ കാണാൻ പോയിരുന്നു പ്ലാസ്റ്റർ ഇടുന്നതിന്. അതാ ലേറ്റ് ആയത്. ലീന പറയുന്നു, സർ, ഞാൻ മഴയത്ത് നനഞ്ഞു. അതിനാൽ ഡ്രസ് ചേഞ്ച് ചെയ്യുവാൻ പോയപ്പോഴാ ലേറ്റ് ആയി പോയത്. അങ്കിത് പറയുന്നു, ആക്ച്വലി എന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറായി പോയി. ഇതിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണ്. ലോജിക്കൽ ആർമി ഒരാൾ കള്ളം പറയുകയാണെന്ന് കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണ് കിട്ടിയിടേണേ. എന്തിട്ട് കള്ളൊന്നും മനസ്സിലായിട്ടില്ലേ. അവർ ലേറ്റായ കാരണങ്ങൾ പറഞ്ഞപ്പോൾ മോഹൻ കാലിൽ പൊട്ടലുണ്ടായെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കയ്യിലാണ്. ആലിയ അത് കണ്ടുപിടിച്ചു. കാലിലാണ് ഫ്രാക്ചർ എങ്കിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് എങ്ങനെയാണ്? അതായത് അവൻ കള്ളം പറയുകയാണ്. ആലിയുടെ ബുദ്ധിശക്തിക്ക് ഈ വീഡിയോയ്ക്ക് ആലിയന്റെ ബുദ്ധിശക്തി ഞങ്ങളൊക്കെ പിന്നെ എന്തുട്ടിരിക്കുകയാണ്. ആലിയക്ക് ഒരു കോൾ വരുന്നു. PGLR കോളേജിന്റെ പ്രിൻസിപ്പൽ ആലിയോട് അവിടെ വരെ ഒന്ന് ചെല്ലുവാനും പറയുന്നു. നമ്മുടെ കോളേജിൽ ഒരു ടീച്ചറിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. സർ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ഇതെങ്ങാ നമ്മുടെ വല്ല സ്കൂളിലായിരുന്നെങ്കിൽ നമ്മളങ്ങ് ഉണ്ടല്ലോ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാല്. പക്ഷെ ഇവിടെ എന്താണെന്നറിയാൻ പാടില്ല. ദിവസങ്ങൾക്ക് മുൻപ് ടീച്ചർ വഴക്കുണ്ടാക്കിയിരുന്നു. 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. സോഹൻ പറയുന്നു, ആ ടീച്ചറെ കിഡ്നാപ്പ് ചെയ്തത് നല്ല കാര്യമായി. വളരെ റൂഡായിരുന്നു. സൂരജ് പറഞ്ഞു, ഇനി എന്തായാലും കോളേജിൽ സമാധാനം ഉണ്ടാകും. നേഹ പറയുന്നു, എനിക്കൊന്നും ഈ രണ്ടെണ്ണങ്ങളുണ്ടല്ലോ നമ്മുടെ മൈൻഡ് വരെ, അതൊക്കെ അത്രേ ഉള്ളൂ. അറിയില്ല. നിങ്ങൾ ഒരു കാര്യമില്ലാതെ എന്നെ സംശയിക്കുകയാണ്. ആലിയ 3 പേരും പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുന്നു. എനിക്ക് ആ ടീച്ചറുടെ റൂം ഒന്ന് കാണിച്ചു തരാമോ? പ്രിൻസിപ്പൽ ആലിയെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ടീച്ചറിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആലിയ ആ റൂം മുഴുവനും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. അപ്പോൾ ആലിയ
വരച്ച പേപ്പർ കിട്ടും. ആലിയ ആ പടം ശ്രദ്ധയോടെ നോക്കുന്നു. അപ്പോൾ തന്നെ കിഡ്നാപ്പർ ആരാണെന്നും ആലിയക്ക് മനസ്സിലാകുന്നു. ഓക്കെ, സോ ഒരു കുട്ടിയുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഒരു സൂര്യനുണ്ട്. ഓക്കെ, ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ ഉള്ള ആളുടെ പേരാണിത്. ഇതിലിപ്പോൾ സൂര്യനായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് സുരാജാണ്. സോ ഞാൻ പറയുന്നതാണ് സുരാജാണ്. സുരാജാണോ മസിലിട്ടിരിക്കുന്നത്? സൂരജാണ്. ഡ്രോയിങ്ങിൽ ആദ്യത്തെ പടം ഒരു കുട്ടിയുടേതാണ്, കണ്ട അതായത് അത്ര ഉണ്ട്. രണ്ടാമത്തേത് ഉറങ്ങുന്നതാണ്, അതായത് നാപ്പ്. അപ്പോൾ കിഡ്നാപ്പ്. മൂന്നാമത്തെ പടം സണ്ണാണ്, അതായത് സൂരജാണ് കിഡ്നാപ്പ് ചെയ്തതെന്നുള്ള ക്ലൂ അവിടെ ഇട്ടിട്ടാ പോയത്. അങ്ങനെ ഇങ്ങനത്തെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. നമുക്കിനി അടുത്ത കേസ് സോൾവ് ചെയ്യാം. ആലിയ ഒരു ആന്റിക് സ്റ്റോർ കാണുന്നു. ആലിയക്ക് വളരെ സന്തോഷമായി, കാരണം ആലിയക്ക് ആന്റിക് സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. ആലിയ ഷോപ്പിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു ആന്റിക് കണ്ണാടി പൊട്ടിക്കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അവിടെ ഷോപ്പിന്റെ ഓണർ വരുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇത്രയും വില കൂടിയ ഈ കണ്ണാടി എങ്ങനെയാ പൊട്ടിയത്? ആ ഷോപ്പിൽ അപ്പോൾ 4 പേരെയും അടുത്തേക്ക് വിളിക്കുന്നു. മെയ്ഡ് പറഞ്ഞു, ഞാൻ സ്റ്റോറിൽ വൃത്തിയാക്കിയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. പെയിന്റർ പറഞ്ഞു, ഞാൻ മെയിൻ ഗേറ്റ് മുഴുവനും പെയിന്റ് ചെയ്തു, എനിക്ക് വേറെ ഒന്നും അറിയില്ല. സ്റ്റാഫ് പറഞ്ഞു, ഞാൻ ആന്റിക് സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു, ഞാൻ മിറർ ആരാ പൊട്ടിച്ചതെന്ന് കണ്ടിട്ട് പോലുമില്ല. ക്യാഷ്യർ പറഞ്ഞു, കോൾ വന്നതുകൊണ്ട് സംസാരിക്കാനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആലിയ 4 പേരുടെയും വാക്കുകൾ കേട്ടിട്ട് ആരാണ് മിറർ പൊട്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ അറിവി? ഗൈസ് പരിചയം ചോദിച്ച് ഇവനാണ് ഇവൻ. ആലിയ കടയുടെ അകത്തേക്ക് വന്നപ്പോൾ മെയിൻ ഡോർ കൈകൊണ്ട് തുറന്നാണ് വന്നത്. അതിൽ പെയിന്റ് അടിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും ആലിയയുടെ കൈകളിൽ പെയിന്റ് ആയേനെ. പിന്നെ പെയിന്റർ പെയിന്റ് അടിച്ചുകൊണ്ടാണ് ഇരുന്നതെങ്കിൽ അയാളുടെ കൈകളിലോ ഉടുപ്പിലോ പെയിന്റിന്റെ ഒരു തുള്ളിയെങ്കിലും കാണേണ്ടതായിരുന്നു. എന്നാൽ അയാളെ വളരെ ക്ലീൻ ആയാണ് അവിടെ കണ്ടത്. അയാൾ കള്ളം പറയുകയായിരുന്നു. അയാൾ അയാളുടെ തെറ്റും സമ്മതിക്കുന്നു. വരും, നമുക്കിനി അടുത്ത റെഡിൽ അവന്റെ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവൻ ബോധരഹിതനായി വീഴുന്നു. പിന്നീട് ഏതോ ഒരു ഡാർക്ക് റൂമിൽ അവനെ ട്രാപ്പ് ചെയ്തതായി മനസ്സിലാക്കുന്നു. നോക്കിയപ്പോൾ ആദ്യം അവിടെ 4 വാതിലുകൾ കാണുവാൻ സാധിച്ചു. ആദ്യത്തെ ഡോറിൽ വെളിയിൽ പോകുവാൻ വലതുവശത്തെ വാതിലാണ് ശരിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഡോറിലാകട്ടെ ഇതാണ് വലതുവശത്തെ ഡോറെന്നാണ്. മൂന്നാമത്തേതിൽ പുറത്തു പോകുവാനായി ശരിയായ വാതിൽ തിരഞ്ഞെടുക്കുമെന്ന്. 4-ാമത്തേതിൽ എഴുതിയിരുന്നത് നിങ്ങൾ ഈ സൂചനകളിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമെന്നാണ്. ഇനി നിങ്ങൾ പറയും, ആദ്യം ഏത് വാതിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടതെന്ന്? 4-ാമത്തെ ഇരിക്കൂലേ? ആദ്യത്തെ വാതിലിൽ എഴുതിയിരിക്കുന്നത് റൈറ്റ് ഭാഗത്തെ വാതിലാണ് ശരിയായ വാതിലെന്ന്. അവിടെ 3 വാതിലുകളും വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ വാതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്, വലതുവശത്തെ വാതിലെന്ന്. മൂന്നാമത്തേതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയായ വാതിലിലൂടെ പുറത്തു പോകുവാൻ സാധിക്കുമെന്ന്. പക്ഷേ ഏത് വാതിലാണ് ശരിയായ വാതിൽ? 4-ാമത്തേത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഈ സൂചനകളിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമെന്നാണ്. നിങ്ങൾ 4 വാതിലുകളും പരിശോധിച്ചാൽ 4-ാമത്തെ വാതിലാണ് ശരിയായ വാതിലെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം 4-ാമത്തെ വാതിൽ തുറന്ന് സുരക്ഷിതമായി പുറത്തേക്ക് പോകും. അടുത്ത റെഡിലേക്ക് പോവാം. ഈ ചിത്രം കണ്ടിട്ട് പെൺകുട്ടിയുടെ കൊലപാതകം ചെയ്തതെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ? A, B, C. ഇതിൽ ആരാണ്? നമ്മുടെ ആലിയ അവളുടെ കയ്യിലിരിക്കുന്ന തോക്കണ്ട. ഓക്കെ, സോ ഇതായിരുന്നു. അത്ര കാര്യമായിരിക്കില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം റീച്ച് സപ്പോർട്ടാക്കി തരാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.